ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നെക്കിൻ്റെ ഡിസൈനാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുർത്തിയുടെയൊക്കെ ഫ്രണ്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഭംഗിയുള്ളതും എന്നാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 40 ചെസ്റ്റ് സൈസിൻ്റെ ഒരു കുർത്തിയുടെ മെഷർമെൻറ്റിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. അപ്പോൾ ആദ്യം ഷോൾഡർ മെഷർമെൻറ്റ് ഞാനൊരു 7.5 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 14 ആണ് ഷോൾഡർ വരുന്നത്. 14/2 7 ഇഞ്ച് പ്ലസ് ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 7.5. അതിനുശേഷം ആം ഹോൾ എടുത്തേക്കുന്നതും 7.5 തന്നെ. ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വിട്ടതിന് ശേഷം 7.5 നമുക്ക് ആം ഹോൾ മെഷർമെൻറ്റ് എടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ 40 ചെസ്റ്റ് സൈസിൻ്റെ കുർത്തി ആയതുകൊണ്ട് 10 ആണ് വരുന്നത്. 10 + 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അത് മാർക്ക് ചെയ്തെടുത്തു. ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം നമ്മളൊരു സ്ട്രൈറ്റ് കുർത്തിക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു 4 ഇഞ്ചിലൊരു മാർക്കിംഗ് മുകളിൽ നിന്നും ചെയ്തെടുക്കുക. ഇനി മുകളിൽ നിന്നും ഒരു 13 മാർക്കിംഗ് ചെയ്യുക. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് ഞാൻ 13 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചും കൂടെയൊക്കെ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ആ 13 മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു 3 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ 3 ഇഞ്ചും ഈ 4 ഇഞ്ചും കൂടി ഒരു ഗ്ലാസ് ഷേപ്പിലൊന്ന് ഒരു ലൈൻ വരച്ചെടുക്കുക. ഈ ലൈൻ വരച്ചതിന് ശേഷം ഈ 4 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹാഫ് ഇഞ്ചിൽ വേറൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ലൈനിൽ കൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴെ നിന്നും ഇതുപോലെ ഹാഫ് ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ഇത് ഗ്ലാസ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ നെക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആം ഹോൾ, ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ ഡിസൈൻ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ യോക്കിന് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ക്ലോത്തിലാണോ യോക്ക് ഡിസൈൻ ചെയ്യുന്നത് ആ ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് ഫോൾഡാണ്. ഇപ്പോൾ ഇനി നമ്മൾ ആ ഫോൾഡ് വസ്തുന്ന് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ 4ആയിട്ട് ഫോൾഡായി. ഇനി നമുക്ക് ഈ നെക്കിന് വച്ചിരുന്ന ആ മെഷർമെൻ്റ് എല്ലാം നമ്മൾ ഈ ക്ലോത്തിലും ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്നും 4 ഇഞ്ചിലായിരുന്നു മാർക്കിംഗ്. അപ്പോൾ ഒരു ഹാഫ് ഇഞ്ചും കൂടെ എക്സ്ട്രാ ആയിട്ടിട്ട് 4.5 മാർക്കിംഗ് ചെയ്യുക. ഇനി മുകളിൽ നിന്നും 13 എടുത്തത് 13.5 മാർക്ക് ചെയ്യുക. അവിടെ നിന്നും ഒരു 3.5 മാർക്ക് ചെയ്തെടുക്കേണ്ടത്. എല്ലാം നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് നമ്മുടെ ടോപ്പിൽ ഫ്രണ്ടിൽ ചെയ്തിരുന്നത് അതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം എല്ലാ സൈഡിലും മാർക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരുന്നത് കൊണ്ട് 2 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. യോക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ക്യാൻവാസ് ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8.5ഉം വിഡ്ത്ത് വരുന്നത് 9.5ഉമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തതിന് ശേഷം മാർക്കിംഗ് അടയാളപ്പെടുത്തുക. അപ്പോൾ നെക്കിൻ്റെ എത്രയാണോ മെഷർമെൻറ്റ് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചിലാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും ഒരു 7 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും ഒരു 4.5 മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം ഒരു ബോക്സ് വരച്ചിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇനി നമ്മൾ ആ 4.5 മാർക്ക് ചെയ്ത് അവിടെ നിന്നും അതൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് അതൊരു യു ഷേപ്പ് വരച്ച് കൊടുക്കുക. അപ്പോൾ നെക്കിന് ഫ്രണ്ടിൽ നെക്ക് യു, അതിന് ശേഷം ഒരു വി നെക്കിൻ്റെ ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4.5 മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു ഹാഫ് ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടേ ഒരു വി ഷേപ്പിലൊരു മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെളിയിലായിട്ട് 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ റഫായിട്ട് നമുക്കിതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നെക്കിൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മുകളിൽ നിന്നും ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് യോക്കിലേക്ക് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വിഡ്ത്ത് തെറ്റിപ്പോവുകയില്ല. ഇനിയിപ്പോൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ യോക്കിന് കട്ട് ചെയ്ത ആ പീസിലേക്ക് ഇത് വച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് 2 യോക്കും നല്ല വശവും നല്ല വശവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ നെക്കിൻ്റെ വരച്ച മെഷർമെൻറ്റിൽ കൂടി നമ്മൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് പിൻ അപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വരിക. കറക്റ്റ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത ആ പോയിൻറ്റിൽ വരച്ച മെഷർമെൻറ്റിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാൻവാസ് ഷീറ്റിലേക്ക് കയറാതെ അതിൻ്റെ വെളിയിൽ കൂടി വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഉൾഭാഗത്തെ ക്ലോത്തുകൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഉൾഭാഗത്തെ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കട്ടാവാണ്ട് വേണം ഇതൊരു ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. ഈ കട്ടുകൾ കൊടുത്തതിന് ശേഷം ഇത് ഉൾഭാഗത്തു നിന്ന് ഇത് തിരിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കോർണറൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് വരും ഇതിന്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഞാൻ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഇൻ്റർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പീക്കോ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു എംബ്രോയ്ഡറിയാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു 3 വശവും ഞാൻ ഇതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൂലൊന്നും ഫോൾഡ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പം നമുക്ക് നൂലൊന്നും ഇളകി പോവാണ്ടിരിക്കും. ഇനി നമ്മൾ നമ്മുടെ കുർത്തിയിൽ ഒരു 1/2 ഇഞ്ചിനുള്ളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ആ കോർണർ സൈഡ് 2 സൈഡും ഒരു ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ ഈ യോക്കും നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ യോക്കിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ക്ലോത്ത് 2 വശവും നല്ല വശമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ കോർണർ എത്തുമ്പോൾ നമ്മളൊരു കട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഇത് തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത് ക്ലിയർ ആയിട്ടൊന്ന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തിട്ട് നമ്മൾ ആ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 വശവും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കോർണർ വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം 3 വശവും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുർത്തിക്ക് മാത്രമല്ല നൈറ്റിക്കുമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പീസ് ക്ലോത്ത് മതി നമുക്ക് ഇതുപോലത്തെ കുർത്തിയൊക്കെ നല്ല ഡിസൈനർ കുർത്തിയാക്കി മാറ്റാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മേൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ഇൻവിസിബിൾ സ്റ്റിച്ചാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമുക്ക് ഒരു സ്റ്റിച്ചും ഇതിവിടെ കാണുകയില്ല. അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.